നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടമ്പുഴയിൽ നിന്നും മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴിയാണ്. ഈ കാണുന്ന പാലം പന്തപ്പുര കോളനി, അതായത് 144 ട്രൈബൽ കുടുംബങ്ങൾ താമസിക്കുന്ന പന്തപ്പുര കോളനിയിൽ നിന്നും ടൗണിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് എത്താനുള്ള ഏക മാർഗമാണ് ഈ കാണുന്ന ചുള്ളിക്കമ്പുകൾ വെച്ചിട്ടുള്ള പാലം. ഇതിനു മുമ്പ് ഇവിടെ ഒരു തടയണ ഉണ്ടായിരുന്നു. അത് അശാസ്ത്രീയമായ നിർമ്മാണം മൂലം വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് അത് പൊളിച്ചു കളഞ്ഞു എന്നാണ് അറിയുന്നത്. എന്തായാലും 144 കുടുംബങ്ങളിൽ സ്ത്രീകളടക്കം, പഠിക്കുന്ന കുട്ടികളടക്കം, വൃദ്ധരടക്കം താമസിക്കുന്ന ഇത്രയും വലിയൊരു കോളനിയിൽ നിന്നും പുറം ലോകത്തേക്ക് പോകുന്ന ഏക മാർഗമാണ് ഈ കാണുന്നത്. ഇത് കുട്ടമ്പുഴ പഞ്ചായത്തിലെയാണ്. കാണേണ്ട കാഴ്ചയാണ് ഇത്. കോതമംഗലത്ത് നിന്ന് കുട്ടമ്പുഴ ഉരുളൻതണ്ണി മാമലക്കണ്ടം റോഡ്. ഈ പാലം കാണുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, കുട്ടികൾ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ല. 144 കുടുംബങ്ങളുള്ള ഉരുളൻതണ്ണി പന്തപ്ര കോളനിയിലെ മനുഷ്യർക്ക് റോഡിലേക്ക് എത്തുവാനുള്ള ഏക മാർഗമാണ്. പഠിക്കുന്ന 94-ൽ-അധികം വിദ്യാർത്ഥികൾ അടക്കം വയോധികരായ ആളുകൾ കോളനിയിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി പുറം സമൂഹത്തിലേക്ക് എത്തണമെങ്കിൽ, ഇതല്ലെങ്കിൽ ചുറ്റി വളഞ്ഞ് 4 കിലോമീറ്റർ നടന്നു വേണം റോഡിലേക്ക് എത്താൻ. ഈ കോളനിയിൽ വിവിധ വനമേഖലകളിൽ നിന്നും പുനരധിവസിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഇവർ പറയുന്നു. വനമേഖലകളിൽ 5-6 ഏക്കർ കൃഷി ഉണ്ടായിരുന്നവർ ആയിരുന്നു ഇവർ. കാട്ടിലെ ആന അടക്കമുള്ള വന്യമൃഗജീവികളുടെ ശല്യം കൊണ്ട് കൃഷി ചെയ്യുവാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റു ജീവിത സാഹചര്യങ്ങൾക്കും ബുദ്ധിമുട്ടിലായതോടെയാണ് അധികൃതർ ഇവരെ ഈ കോളനിയിലേക്ക് പുനരധിവസിപ്പിക്കപ്പെട്ടതെന്ന് ഇവർ പറയുന്നു. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്ര സ്ഥലം ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് 5 ഏക്കർ സ്ഥലം വെച്ച് ഉണ്ട്. ഇവിടെയോ? ഇവിടെ ഞങ്ങൾക്ക് ഇതുവരെ സ്ഥലം ആയില്ല, ഞാൻ കിട്ടിയിട്ടുമില്ല. ഞങ്ങൾ പൊതുസ്ഥലത്തായിട്ട് നമ്മൾ കിടക്കുന്നതൊക്കെ ആദ്യം കിട്ടിയ പൊതുസ്ഥലം ഉണ്ട് ഇവിടെ. കേന്ദ്ര സർക്കാരിൻ്റെ പൊതുസ്ഥലമുണ്ട്, പോർഷൻ്റെ. ഞങ്ങൾ പൊതുസ്ഥലത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ചെട്ട് വെച്ചിരിക്കണത്. അതിൽ അവിടെ നിന്ന് പോകുന്ന കാരണം ഈ ആന ശല്യം കൊണ്ട് ജയിക്കാൻ പറ്റില്ല. ഒരു വൈദ്യൂരമായിട്ടും ഹോസ്പിറ്റൽ കേസായിട്ടും പിള്ളേർ പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ നിന്ന് വണ്ടി പിടിച്ച് വന്നു കഴിഞ്ഞാൽ 6000 രൂപ കൊടുക്കണം. പിള്ളേർ കൊണ്ടുപോകണമെങ്കിൽ തരണം. ഒരു അവസ്ഥയാണ്. നീരുവശമായാലും ഞങ്ങൾക്ക് 6000 രൂപയാണ് അവിടെ നിന്ന് വണ്ടി ഓട്ടം. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-100 ഉണ്ടായാലും കൊണ്ടുപോയി കെട്ടി പോയിട്ട് നമുക്ക് കുത്തിവെപ്പോ എന്തായാലും ചെയ്യാം. ഞങ്ങൾ ആ സൗകര്യം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നാൽ കൂടാൻ കാരണം. ഇത്ര വീട്ടുകാർ 2 ഏക്കർ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ പാലം സൂചിപ്പിക്കുന്നത്. കിടന്നതാണ് മാപ്പിളപ്പാറ, മീൻകുളം ടീമുകൾ എല്ലാവരും ഞങ്ങൾക്ക് അവസ്ഥ സഹിക്കാൻ പറ്റാതെ ഞങ്ങളുടെ പിള്ളേരെയും കുട്ടികളെയും കിടത്താൻ പറ്റാതെ ആൻഡ്രസ് ടീം കൊണ്ട് ഞങ്ങളിവിടെ ഉരുളൻതണ്ണിൽ വത്തപ്പുറ വന്ന് ഞങ്ങൾ ചെട്ട് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. ഒരു നടപടിയും ഇവിടെ ഞങ്ങൾക്ക് ശിവപ്പോട്ടോ മറ്റേ ഇന്ത്യയോ ആയിട്ടോ പഞ്ചായത്തിൽ നിന്നും ഒരു നടപടി ഞാൻ കാണുന്നില്ല. നമുക്ക് സ്ഥലം നടപടി ആവുന്നുമില്ല. ഞങ്ങൾ ഏതോ ട്രൈബൽ ഓഫീസർ വന്നെടുക്കുന്നു പോകണം. ഒരു നടപടിയും കേന്ദ്രത്തിലേ ഇരുന്ന് നമുക്കൊന്നും കിട്ടാനില്ല, വരുന്നുമില്ല. ഇവിടെ നിന്നും 100 മീറ്റർ മാറി പുഴയ്ക്ക് കുറുകെ ഇവർക്ക് വേണ്ടി ഒരു പാലം പണിഞ്ഞതായി കാണപ്പെടുന്നു. ഈ പാലം പിന്നീട് പൊളിച്ചു കളയുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതർ എന്തായിരുന്നു ഇതിന് കാരണമെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ച പണം എങ്ങനെ സർക്കാരിലേക്ക് വസൂലാക്കുമെന്നും വ്യക്തമല്ല. ഞങ്ങൾ പോകുമ്പോൾ അടുത്ത ആഴ്ച ആട്ടെ, ഒരാഴ്ച ആട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അടുത്തൊരു കമ്മിറ്റി കൂടുമ്പോൾ കാര്യങ്ങളൊക്കെ നടത്തി തരാമെന്നൊക്കെ പറയും. പിന്നെ ഇപ്പം ഞങ്ങൾ ചെട്ട് വെച്ച് തന്നത് ഒരു 82 കൂട്ടുകാരാണ്. അതിന് ട്രൈബൽ വകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് പടത്തൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഒരു ആദായമുള്ള മീൻകുളം, ഭാര്യയും മീൻകുളം എന്ന പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ കൂടുതൽ ആദായം ഉണ്ടായതും വരുമാനം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ പറഞ്ഞു, പോഷകാറും പഞ്ചായത്തുകാരും ട്രൈബൽ ഓഫീസറും അങ്ങനെ പറയണം. പക്ഷേ ഞങ്ങൾക്ക് അവർ പിള്ളേർ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി പുള്ളി ഞങ്ങളുടെ അടുത്ത് നെപ്പുണ്ട്. പുള്ളി ഞങ്ങൾ കുറ്റം പറയുന്നില്ല. അപ്പം നിങ്ങൾ വാർത്തയിൽ കൊടുത്താൽ ഞങ്ങൾ പറയണ്ടേ? ഞങ്ങൾ സാറിന് ഞങ്ങൾ കുറ്റം പറയില്ല. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നാണ് 2 വർഷമല്ല 3 വർഷമായാലും ഞങ്ങൾ സ്ഥലം നാം തരാം. അപ്പോൾ 5 ഏക്കറിന് ഞങ്ങൾക്ക് 2 ഏക്കറാണ് ഞങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അത് 5 ഏക്കറിൽ 2 ഏക്കർ കിട്ടും, അത്രേ ഉള്ളൂ. ഇവിടെ തരുന്നതാണ് ഇപ്പോൾ കേന്ദ്രത്തൊക്കെ പുള്ളി കൊടുത്തുകൊണ്ടിരുന്ന കടലാസ്. മരമുള്ള സ്ഥലം തന്നെയാണ്, എല്ലാം പ്ലാന്റ് തന്നെയാണ്, എല്ലാം പ്ലാന്റാണ്.
ഇപ്പൊ ഇത്രയും ഭാഗമായിട്ട് നിങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ട് തേക്കും വെട്ടിയിട്ട് ഞങ്ങൾ സ്ഥലം വളർന്നു വിട്ടാണ് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് മണ്ണിൽ പണിയും ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഉടനെ ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ തീരുമാനമായില്ല. ഇനിയും 20 വർഷം ആകണമെന്നാണ് പറയണത്. എനിക്ക് മറ്റേ വെട്ടിത്തരണത്തിന് അങ്ങനെ പറയണത്. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന കുമ്പിളിൽ കഞ്ഞി എന്ന അവസ്ഥ ആദിവാസി സമൂഹത്തെ പിന്തുടരുന്നു. പുനരധിവസിക്കപ്പെട്ട ഭൂമിയിൽ തേക്ക് മുറിക്കാതെ കൃഷി ചെയ്യാൻ ആകില്ല. അതിന് ഇനിയും 20 വർഷം കൂടി കാത്തിരിക്കണം എന്നാണ് അറിയുന്നത്.